മക്കളെ, ഇന്ന് നമുക്ക് കൊച്ചു ദേവദാരു എന്ന പാഠം വായിക്കാം. കനിവിനുറവയാം ഭൂമിക്ക് കാവലായി നാം എന്നും ഉണ്ടാവണം. വെട്ടുവാനോങ്ങിടും കൈകളോടരുതെന്ന് ചൊല്ലുവാൻ ശീലിക്കണം. കൊച്ചു ദേവദാരു. വനപാലകന്റെ വീടിന് മുന്നിലുള്ള തുറന്ന പ്രദേശത്ത് ദേവദാരു വൃക്ഷത്തിന്റെ ഒരു കൊച്ചു തൈ വളർന്നിരുന്നു. അടുത്തുള്ള കാട്ടിലെ വൻ പൈൻ മരങ്ങളും ദേവദാരു വൃക്ഷങ്ങളും അതിനെ വാത്സല്യത്തോടെ നോക്കിയിരുന്നു. ഈ കൊച്ചു ദേവദാരുവിന് അത്ര അഴകുണ്ടായിരുന്നു. എല്ലാവരും ആശ്ചര്യത്തോടെ നോക്കാൻ മാത്രം അഴകുണ്ടായിരുന്നു ഈ കൊച്ചു ദേവദാരുവിന്. അതിൻ്റെ പ്രായത്തിലുള്ള മറ്റു വൃക്ഷത്തൈകളെ പോലെ അതും വളർന്നു. വേനലിലെ മഴയിൽ കുളിച്ചും ഹേമന്തത്തിലെ മഞ്ഞുകൊണ്ട് പുതച്ചും വസന്തത്തിലെ ഊഷ്മളമായ സൂര്യവെളിച്ചത്തിൽ അത് വെയിൽ കാഞ്ഞിരുന്നു. കൊടുങ്കാറ്റും ഇടിമിന്നലും വരുമ്പോൾ അത് വിറയ്ക്കുകയും ചെയ്തിരുന്നു. അതിനു ചുറ്റും കാട്ടിലെ ജീവിതം അവിരാമം തുടർന്നു കൊണ്ടേയിരുന്നു. എലികൾ അതിൻ്റെ ചുവട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ചു. പലതരത്തിലുള്ള ഷഡ്പദങ്ങൾ അതിൻ്റെ അരികിൽ ജീവിച്ചു വന്നു. വെയിലുള്ളപ്പോൾ ഭംഗിയുള്ള ചിത്രശലഭങ്ങൾ അതിൻ്റെ ചില്ലകൾക്കിടയിൽ പാറിക്കളിച്ചു. രാവിലെയും വൈകുന്നേരവും പക്ഷികൾ അതിനെ ചുറ്റിപ്പറന്നു. ഒരു ദിവസം കൊച്ചു ദേവദാരു ശരിക്കും ജീവനുള്ള ഒരു മുയലിനെ കാണുകയും അതുമായി പരിചയപ്പെടുകയും ചെയ്തു. ആ തുറന്ന പ്രദേശത്ത് ഒറ്റയ്ക്കാണ് ദേവദാരു വളർന്നതെങ്കിലും അതിന് ഒരിക്കലും ഏകാന്തത അനുഭവപ്പെട്ടില്ല. പക്ഷേ ഒരു ദിവസം എവിടെ നിന്നോ ഒരു മാക്ബൈ പറന്നു വന്ന് ആ കൊച്ചുമരത്തിൻ്റെ ചില്ലയിലിരുന്ന് മുമ്പോട്ടും പിറകോട്ടും ആടാൻ തുടങ്ങി. കൊച്ചു ദേവദാരു വിനയത്തോടെ മാക്ബൈയോട് പറഞ്ഞു, ദയവായി എൻ്റെ ചില്ലകളിൽ ഇരുന്ന് ആടരുത്, അത് ഒടിഞ്ഞു പോകും. മാക്ബൈ മര്യാദയില്ലാതെ മറുപടി പറഞ്ഞു, അല്ലെങ്കിലും ഈ ചില്ലകൾ കൊണ്ട് നിനക്ക് എന്തു പ്രയോജനം? എന്തായാലും പുതുവർഷം വരുമ്പോൾ ആരെങ്കിലും നിന്റെ തലപ്പ് മുഴുവൻ വെട്ടിക്കൊണ്ടുപോവും, തീർച്ച. എൻ്റെ തലപ്പ് ആര് വെട്ടിക്കൊണ്ടുപോകും? എന്തിനു വേണ്ടി? ദേവദാരു മൃദുസ്വരത്തിൽ ചോദിച്ചു. നിന്നെ ഇഷ്ടപ്പെട്ട ആരെങ്കിലും, മാക്ബൈ പറഞ്ഞു. നിനക്കറിഞ്ഞുകൂടെ, പുതുവർഷം വരുമ്പോൾ ആളുകൾ കാട്ടിൽ വരും നിന്നെ പോലെയുള്ള മരങ്ങൾ വെട്ടിക്കൊണ്ടു പോകാൻ. നീയാണെങ്കിൽ എല്ലാവർക്കും കാണത്തക്ക തുറന്ന സ്ഥലത്താണ് നിൽക്കുന്നതും. ഞാനിവിടെ കുറേ വർഷങ്ങളായി പാർക്കുന്നു. ഇതുവരെ എന്നെ ആരും ഉപദ്രവിച്ചിട്ടില്ലല്ലോ. ആ കൊച്ചുമരം തർക്കിക്കാൻ ഒരു വിഫല ശ്രമം നടത്തി. ശരി, നോക്കിക്കോളൂ, ഈ വർഷം ആളുകൾ തീർച്ചയായും നിന്റെ തലപ്പ് വെട്ടിക്കൊണ്ടു പോകും. ദയവില്ലാതെ ഇത്രയും പറഞ്ഞ് മാക്ബൈ അതിൻ്റെ പാട്ടിന് പറന്നുപോയി. വേനലിലും ശരത്കാലത്തും കൊച്ചു ദേവദാരു പേടിയോടെയാണ് ജീവിച്ചത്. മഞ്ഞ് വീഴാൻ തുടങ്ങിയപ്പോൾ അതിന് ഒട്ടും സമാധാനമില്ലാതായി. കാട്ടിലേക്ക് ഓടിപ്പോയി മറ്റു വലിയ മരങ്ങൾക്കിടയിൽ ഒളിക്കാൻ അതിന് കഴിയില്ലല്ലോ. ഡിസംബർ മാസത്തിൽ കനത്ത മഞ്ഞ് പെയ്തു. വലിയ മരങ്ങളുടെ ശാഖകൾ പോലും മഞ്ഞു വീണു. ഘനം കൊണ്ട് കീഴോട്ട് ചാഞ്ഞു കിടന്നു. ഡിസംബർ മാസത്തിലെ കനത്ത മഞ്ഞ് പെയ്തപ്പോൾ മരങ്ങളിലൊക്കെ മഞ്ഞുണ്ടായിട്ട് കൊമ്പുകളൊക്കെ കനം തൂങ്ങിയിട്ട് ഇങ്ങനെ താഴോട്ടേക്ക് ചാഞ്ഞു കിടന്നു എന്നാണ് പറഞ്ഞത് കേട്ടോ. കൊച്ചു ദേവദാരുവിൻ്റെയും അറ്റം വരെ മഞ്ഞിനാൽ മൂടപ്പെട്ടു. കൊച്ചു ദേവദാരു മരവും എങ്ങനെയായി? അറ്റം വരെ മഞ്ഞ് മൂടി. അത് നന്നായി. ആ കൊച്ചുമരം ആശ്വസിച്ചു. അത് നന്നായി, കൊച്ചുമരം ആശ്വസിക്കുകയാണ്. മഞ്ഞുകൊണ്ട് മൂടിയതിനാൽ ആരും എന്നെ കാണുകയില്ലല്ലോ. എൻ്റെ ശരീരം മുഴുവൻ മഞ്ഞാണല്ലോ, അപ്പം ഇനി എന്നെ ആർക്കും കാണാൻ പറ്റില്ലല്ലോ എന്ന് മരം ആശ്വസിക്കുക. പിന്നെ വർഷത്തിൻ്റെ അവസാന ദിവസം ഡിസംബർ 31-ാം തീയതിയും വന്നു ചേർന്നു.
വർഷത്തിൻ്റെ അവസാന ദിവസമായ ഡിസംബർ 31 വന്നു ചേർന്നു. ഇന്നത്തെ ദിവസം കൂടി എങ്ങനെയെങ്കിലും കഴിഞ്ഞു കിട്ടിയാൽ മതി, ഇന്നത്തെ ദിവസം കൂടി എങ്ങനെയെങ്കിലും കഴിഞ്ഞു കിട്ടിയാൽ മതി എന്ന് ദേവദാരു വിചാരിക്കുകയാണ്. എങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു. ദേവദാരു ഈ വിധം ചിന്തിച്ചിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ അതിൻ്റെ അടുത്തേക്ക് വന്നു. അയാൾ നേരെ അതിൻ്റെ അടുത്ത് ചെന്ന് അതിൻ്റെ മുകൾ ഭാഗം പിടിച്ച് ശക്തിയായി കുലുക്കി. മഞ്ഞുപാളികൾ അതിൻ്റെ ചില്ലകളിൽ നിന്ന് താഴെ വീണു. ദേവദാരു അതിൻ്റെ പച്ചച്ച ചില്ലകളെല്ലാം വിടർത്തി ഒരു കൊച്ചു സുന്ദരിയെ പോലെ നിലകൊണ്ടു. നിന്നെ ഞാൻ തിരഞ്ഞെടുത്തത് നന്നായി എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ തൃപ്തിയോടെ ചിരിച്ചു. ഇത് കേട്ട് കൊച്ചു ദേവദാരുവിന് ബോധം നഷ്ടപ്പെട്ടത് അയാൾ ശ്രദ്ധിച്ചില്ല. ബോധം തെളിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് ആ കൊച്ചു മരത്തിന് മനസ്സിലായില്ല. എന്താശ്ചര്യം! അതപ്പോഴും അവിടെ ജീവനോടെ നിന്നിരുന്നു. അതിൻ്റെ ചില്ലകളിൽ പല നിറത്തിലുള്ള രസക്കുടുക്കകൾ അനവധി തൂക്കിയിരുന്നു. അതിൻ്റെ അടി മുതൽ അറ്റം വരെ ചില്ലകളിലെല്ലാം വെള്ളി നിറത്തിലുള്ള നൂലുകൾ ചുറ്റിയിരുന്നു. അതിൻ്റെ അറ്റം സ്വർണ്ണ നിറത്തിലുള്ള ഒരു വലിയ നക്ഷത്രം കൊണ്ട് അലങ്കരിച്ചിരുന്നു. അടുത്ത ദിവസം പുതുവർഷം ആരംഭിക്കുന്ന രാവിലെ 2 കുട്ടികൾ, ഒരു സഹോദരനും സഹോദരിയും വനപാലകന്റെ വീട്ടിൽ നിന്ന് പുറത്തു വന്നു. അവർ മഞ്ഞിൽ തെന്നി നടക്കുന്നതിന് സ്കീ എന്ന ചെരുപ്പ് കാലിൽ ധരിച്ച് ദേവദാരുവിൻ്റെ അടുത്തേക്ക് ഓടി വന്നു. വനപാലകനും അവരെ അനുഗമിച്ചു. വനപാലകനും അവരുടെ പിന്നാലെ വന്നു എന്നാണ് പറഞ്ഞത് കേട്ടോ. അയാൾ അവരുടെ അടുത്ത് എത്തിയപ്പോൾ ആ ആൺകുട്ടി പറഞ്ഞു, പപ്പ, ഈ കൊച്ചു ദേവദാരു മരത്തെ മുറിക്കാതെ നമ്മൾ അതിനെ പുതുവർഷമായി അലങ്കരിച്ചത് എത്ര നന്നായി! നല്ല ആശയം തന്നെ ഇത്. എത്ര മനോഹരമായ കൊച്ചുമരമാണിത്! എല്ലാ പുതുവർഷവും നമ്മൾക്ക് ഈ മരത്തിനെ അലങ്കരിക്കാം. ഇത് സംഭവിച്ചത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്. ദയാശീലനും മരങ്ങളെ അത്യധികം സ്നേഹിച്ചിരുന്നവനുമായ ആ വനപാലകൻ മരിച്ച് എത്രയോ വർഷങ്ങളായി. അയാളുടെ വീട്ടിൻ്റെ മുമ്പിലുള്ള തുറന്ന പ്രദേശത്ത് പൊക്കം കൂടിയ മെലിഞ്ഞ് സുന്ദരിയായ ദേവദാരുമരം നിന്നിരുന്നു. ഓരോ പുതുവർഷത്തിൻ്റെ തലേ ദിവസം വരുമ്പോഴും ആ മരം തൻ്റെ കുട്ടിക്കാലത്തെ പറ്റി ഓർക്കുമായിരുന്നു. ഇത്രയാണ് നമ്മുടെ കൊച്ചു ദേവദാരു എന്ന കഥയുള്ളത്. എല്ലാവരും പാഠഭാഗം നന്നായിട്ട് വായിക്കുക. എന്താണ് കഥ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക. ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.